പേര് ജാൻസി, കരിക്കോട്ടക്കരി ഇടവകയിൽ നിന്ന് വരുന്നു. തൈറോയ്ഡ് സംബന്ധമായ അസുഖമായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിട്ടി അമല ഹോസ്പിറ്റലിൽ സർജനെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്തപ്പം അത്യാവശ്യം മുഴുപ്പുള്ള 2 മുഴ ഉണ്ടായിരുന്നു. അന്നേരം അവിടെ ഹോസ്റ്റലിൽ ചോദിച്ചപ്പം പറഞ്ഞു 1,20,000 രൂപയാവുമെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞ് ഒരു ഡോക്ടറെയും കൂടെ കാണിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിലെ പേരാവൂർ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തു. അപ്പം മുഴയ്ക്ക് സൈഡിലായിട്ട് നീരുണ്ടെന്ന് പറഞ്ഞു. നീരിന് വേണ്ടി ഒരാഴ്ചത്തെ മരുന്ന് തന്നിരുന്നു. മരുന്ന് കഴിച്ചു. പിന്നെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പം പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന്. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു സാമാന്യം മുഴുപ്പുള്ള നല്ല മുഴയാണ്, അപ്പം ശ്വാസകോശത്തിന് ജാമ് വന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. അനസ്തേഷ്യ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ തലശ്ശേരി പോയി അനസ്തേഷ്യ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ബുദ്ധിമുട്ടാണ്, പിന്നെ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, അത് കാരണം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്ത് മുള്ളേഴ്സിൽ ടോക്കൺ ബുക്ക് ചെയ്തു. അപ്പം ടോക്കൺ ബുക്ക് ചെയ്തതിന് മുന്നേ എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചൊവ്വാഴ്ച സന്ധ്യാപ്രാർത്ഥനയിൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇന്നലെ മംഗലാപുരത്ത് പോവുകയും ചെയ്തു. അവിടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പം ഡോക്ടർ ചോദിച്ചു നിങ്ങളോട് ആരാ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്? അതിനകത്തുള്ള ഒരു സിംറ്റവും ഇതിനകത്തില്ല, അതുകൊണ്ട് ഓപ്പറേഷനൊന്നും വേണ്ട. അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനൊരുപാട് നന്ദി പറയുന്നു. ആവിലെ അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 കോടി നന്ദി അറിയിക്കുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 3 ആശുപത്രികളിൽ നിന്ന്, അതായത് ഇരിട്ടിയിലുള്ള ആശുപത്രി, പേരാവൂരുള്ള ആശുപത്രി, ഇരിട്ടിയിൽ സ്കാൻ ചെയ്തു, പേരാവൂർ സ്കാൻ ചെയ്തു, പിന്നെ എക്സ്റേ എടുത്തു, പിന്നെ തലശ്ശേരിയിലുള്ള ആശുപത്രിയിൽ നിന്നൊക്കെ ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്യാൻ പോലും പറ്റില്ല, കാരണം അത് ശ്വാസകോശത്തിലേക്ക് വളർന്നത് ജാമായിരിക്കുകയാണ്. അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബോധം വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അനസ്തേഷ്യ നൽകുന്ന ഡോക്ടർ സമ്മതിച്ചാൽ മാത്രം നമുക്ക് സർജറി ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറാണ് എന്നൊക്കെ പറഞ്ഞ് തലശ്ശേരിയിൽ നിന്നും ഉപേക്ഷിച്ച് അങ്ങനെയാണ് ഇവർ മംഗലാപുരത്തേക്ക് പോകാനായിട്ടിരുന്നത്. അതിന് പോകുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു, വൈകുന്നേരത്തെ യേശുനാമ ജപത്തിൽ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മംഗലാപുരത്ത് ചെല്ലുമ്പോൾ അവിടെ മുഴയുമില്ല, തടുപ്പുമില്ല, ജാമുമില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒച്ചത്തിൽ വിളിക്കാം ഈശോയേ.